ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അടിയന്തരമായ ഇടപെടൽ വേണം. ഐക്യരാഷ്ട്രസഭയോട് ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇന്ത്യയുടെ ആക്രമണം സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുന്നത്. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഉടനുണ്ടാകുമെന്ന് പാക് വാർത്താവിനിമയ മന്ത്രിയും പറഞ്ഞിരുന്നു. 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചതായാണ് മന്ത്രി അത്താവുള്ള തരാർ പറഞ്ഞത്. അത്തരം നടപടി ഉണ്ടാകുന്ന പക്ഷം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടിയുണ്ടായേക്കുമെന്ന് പാക് മന്ത്രി മുന്നറിയിപ്പ് നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് മുതിരുന്നതെന്നും അത്താവുള്ള കൂട്ടിച്ചേർത്തു. രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച അത്താവുള്ള ഇരു രാഷ്ട്രങ്ങളും തമ്മിലുണ്ടാകാനിരിക്കുന്ന സംഘർഷങ്ങളുടെ അനന്തരഫലത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യക്കായിരിക്കുമെന്നും പ്രസ്താവിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഈ പ്രസ്താവന. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവെ സ്ഥിതി വഷളാകാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക അറിയിച്ചു. സാഹചര്യങ്ങൾ വിലയിരുത്താൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി S ജയശങ്കറെ വിളിക്കും. സൗഹൃദമുള്ള മറ്റു രാജ്യങ്ങളും വിഷയത്തിൽ ഇടപെടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് സൈനിക തലത്തിൽ തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ തീരുമാനം. എവിടെ, എപ്പോൾ, എങ്ങനെ പ്രഹരിക്കണമെന്നും ആക്രമണത്തിന്റെ വ്യാപ്തി എന്തായിരിക്കണമെന്നും തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി സേനാ വിഭാഗങ്ങൾക്ക് നൽകിയതോടെ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീതിയിലാണ് രാജ്യം. ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ നിർണായക തീരുമാനമെടുക്കുന്ന മന്ത്രിതല സമിതി ഇന്ന് രാവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി അധ്യക്ഷനായ സുരക്ഷാ സമിതിയുടെ 2ാം യോഗമാണ് ഇന്ന് രാവിലെ 11-ന് ചേരുക. സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയകാര്യ മന്ത്രിതല സമിതിയും യോഗം ചേരും. ഇന്നലെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നൽകിയത്. സേനകളുടെ ക്ഷമതയിൽ പ്രധാനമന്ത്രി യോഗത്തിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ചേരുന്ന ക്യാബിനറ്റ് സമിതി യോഗത്തിന് മുന്നോടിയായാണ് നിർണായകമായ യോഗം ചേർന്നത്. സൈനിക മേധാവിമാരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംഭവത്തിൽ പാകിസ്ഥാന്റെ ബന്ധം ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു. കുറ്റക്കാർക്കും അവരുടെ സഹായികൾക്കും കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിരവധി ഉന്നതതല കൂടിക്കാഴ്ചകളും യോഗങ്ങളുമാണ് സംഭവം നടന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്ത് നടന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സംയുക്ത സൈനിക മേധാവിയും നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.